ഫോളിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ ഫോളിക്കുലർ മോണിറ്ററിങ് ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ചികിത്സ നേടുന്ന കപ്പിൾസ് മിക്കപ്പോഴും കേൾക്കേണ്ടി വരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ എന്താണ് ഈ ഫോളിക്കുലർ സ്റ്റഡി അല്ലെങ്കിൽ ഫോളിക്കുലർ മോണിറ്ററിങ്? ബേസിക്കലി ഇതൊരു സീരിയൽ അൾട്രാസൗണ്ട് സ്കാൻസ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ഈ ഫീമെയിൽ പാർട്ട്ണറിന് ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഫൈനലി ആ ഫോളിക്കിൾ റപ്ചറായി ഓവുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു അൾട്രാസൗണ്ട് സ്കാനാണ്. ഇത് ട്രാൻസ് വജൈനൽ സ്കാനാണ്. അപ്പം ഈ ഓവുലേഷൻ സ്റ്റഡി അല്ലെങ്കിൽ ഫോളിക്കുലർ മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പം വളരെ റെഗുലറായിട്ട് പീരീഡ് വരുന്ന ഒരു സ്ത്രീക്ക് അവരുടെ ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നതായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അങ്ങനെയുള്ളൊരു സ്ത്രീയിൽ നമുക്കൊരു 8th ഡേ 9th ഡേ തൊട്ട് ഈ സ്കാൻ ചെയ്ത് നോക്കുമ്പം അവരുടെ ഓവറിയിൽ ഒന്നോ അല്ലെങ്കിൽ മേ ബി 2 ഫോളിക്കിൾസ് ഒരു ഓവറിയിലാവാം, അല്ലെങ്കിൽ 2 ഓവറിയിലും കൂടെ 2 ഫോളിക്കിൾ വളർന്നിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഫോളിക്കിൾ എന്ന് പറയുന്നത് ആദ്യം ആദ്യത്തെ 5-6 ദിവസം ഓവുലേഷൻ മെൻസ്ട്രുവേഷൻ സമയത്ത് നോക്കുമ്പം ഇങ്ങനത്തെ വലുതായി വരുന്ന ഫോളിക്കിൾ കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് സാക്ക് ലൈക്ക് സ്ട്രക്ചറാണ് ഈ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു ഫോളിക്കിളായിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഫൈനലി അത് ഈ 14th or 15th ഡേ ആയിട്ട് ഓവുലേഷനായിട്ട് അത് പോകുന്നത്. അപ്പോൾ ഈ ഓവുലേഷൻ സ്റ്റഡി അല്ലെങ്കിൽ ഫോളിക്കുലർ മോണിറ്ററിങ് ചെയ്യുന്നത് ഈ സൈസ് നോക്കാനായിട്ടാണ്. അതായത് 8th or 9th ഡേ തൊട്ട് ഈ ഫോളിക്കിൾ അല്ലെങ്കിൽ ഈ സാക്ക് ലൈക്ക് സ്ട്രക്ചറിൻ്റെ സൈസ് നമ്മൾ മോണിറ്റർ ചെയ്യും. ഫൈനലി അതൊരു യൂഷ്വലി 20-22 മില്ലിമീറ്റേഴ്സ് ഒക്കെ ആകുമ്പോഴാണ് ഇത് ആ സ്കാൻ നോക്കുമ്പോൾ, അതായത് തലേ ദിവസം വരെ 20-22 മില്ലിമീറ്റേഴ്സായി, പിറ്റേ ദിവസം നമ്മൾ ആ സ്കാൻ ചെയ്യുമ്പം അത് കാണില്ല. ദ ഫോളിക്കിൾ വുഡ് ഹാവ് ഡിസപ്പിയർഡ്. ഇതാണ് നമ്മൾ ഓവുലേഷനായിട്ട് കണക്കാക്കുന്നത്. വേറെയും അൾട്രാസൗണ്ട് സൈൻസ് ഉണ്ട് ഓവുലേഷൻ കൺഫേം ചെയ്യാൻ, പക്ഷേ ഇതാണ് അതിൻ്റെ അകത്ത് വൺ ഓഫ് ദ മെയിൻ സൈൻസ്. ആ ഫോളിക്കിൾ പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ഫോളിക്കുലർ സ്റ്റഡി. ഇനി ഫോളിക്കുലർ സ്റ്റഡി ചെയ്യുന്ന പല സിനാരിയോസിലാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ നാച്ചുറൽ സൈക്കിളിൽ നമുക്ക് അവരുടെ ഓവുലേഷൻ നടക്കുന്നുണ്ടോ എന്ന് ഈ പറഞ്ഞ ഫോളിക്കുലർ സ്റ്റഡി വെച്ച് കൺഫേം ചെയ്യാം. വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ PCO പോലത്തെ അസുഖമുള്ള സ്ത്രീകളിൽ നമ്മളായിട്ട് ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യും. ഓവുലേഷൻ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഡ്രഗ്സ് കൊടുക്കും അവർക്ക്. ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഓറൽ ഡ്രഗ്സ് ആവാം, അല്ലെങ്കിൽ ലോ ഡോസ് ആയിട്ടുള്ള ഹോർമോൺ ഇൻജെക്ഷൻസും ആവാം. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് ഈ 5 days ആണ് യൂഷ്വലി ഓറൽ ഡ്രഗ്സ് കൊടുക്കുന്നത്. കൊടുത്തു കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു 8th തൊട്ട് 9th അല്ലെങ്കിൽ 9th ഡേ തൊട്ട് ഇവരുടെ ഓവറീസ് ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്കാൻ വെച്ച് നോക്കും. അതും ഇത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ അത്രയും ഫ്രീക്വൻറ്റ് സ്കാൻസ് ആണെന്നില്ല, എവറി മേ ബി 2 to 3 days കൂടുമ്പോഴായിരിക്കും. പക്ഷേ ആ ഫോളിക്കിളിൻ്റെ സൈസ് കൂടും തോറും നമുക്ക് ഫ്രീക്വൻറ്റ് സ്കാൻസ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് ഇത് പൊട്ടുന്നുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത്. ഇനി ഫൈനലി IVF വരുമ്പം നമ്മൾ ഈ പറയുന്ന പോലെ IVF എന്ന് പറയുന്നത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, അതായത് എഗ്സ് നമ്മൾ വെളിയിൽ കളക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ഓവറിൽ നിന്ന് 1-2 ഫോളിക്കിൾ അല്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻറ്റ് പ്രൊഫൈൽ ഓൾസോ. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അഡിക്വേറ്റ് നമ്പർ ഓഫ് എഗ്സ് കിട്ടിയാലെന്നുള്ളൊരു സിറ്റുവേഷൻ. അപ്പം അതിൽ നമ്മൾ കൊടുക്കുന്നത് കുറച്ചും കൂടെ ഹൈ ഡോസ് ആയിട്ടുള്ള ഇൻജെക്റ്റബിൾ ഹോർമോൺസ് ആണ്. അങ്ങനെ കൊടുത്ത്, പക്ഷേ ഇതേ പ്രോസസ്സ് ഈ ഫോളിക്കുലർ മോണിറ്ററിങ് വഴി തന്നെയാണ് നമ്മൾ ആ എഗ്ഗ് കളക്ട് ചെയ്യുന്ന ആ ടൈം ഡിസൈഡ് ചെയ്യുന്നത്. ആ ഫോളിക്കിളിൻ്റെ സൈസ് ഏകദേശം 16-18 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഫൈനലി നമുക്ക് പിക്കപ്പിനുള്ള അല്ലെങ്കിൽ എഗ്ഗ് കളക്ട് ചെയ്യാനായിട്ടുള്ള സമയം എത്തിയെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എഗ്ഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കാനിൽ കൂടെ കാണാൻ സാധിക്കില്ല. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഈ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ എഗ്ഗ് ഉണ്ടെന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോളിക്കിൾസിൻ്റെ ഉള്ളിലും എഗ്ഗ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പലപ്പോഴും IVF ചില സിറ്റുവേഷൻസ് വെരി റെയർലി നമുക്ക് വരാറുള്ളത് ഫോളിക്കിൾസ് നിറയെ ഉണ്ടാവും, പക്ഷെ അതിൽ നിന്ന് എല്ലാത്തിനും നമുക്ക് എഗ്ഗ് സെപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ആസ്പിറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കണമെന്നില്ല. ആൻഡ് ഒരു അസുഖമുള്ളത് എംപ്റ്റി ഫോളിക്കിൾ സിൻഡ്രോം, വിച്ച് ഇസ് വെരി റെയർ. പക്ഷെ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഫോളിക്കിളിൽ പോലും എഗ്ഗ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിവേ ഫോളിക്കുലർ മോണിറ്ററിങ് അല്ലെങ്കിൽ ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുന്നത് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. നമ്മൾ ബേസിക്കലി ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, ഓവുലേഷനുള്ള ചാൻസസ് എന്താണ് എന്ന സ്റ്റഡി ചെയ്യുന്ന ട്രാൻസ് വജൈനൽ സ്കാനിനെയാണ് പറയുന്നത്.